അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് നമുക്ക് നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്ന നിഅമത്തുകൾക്ക് കയ്യും കണക്കുമില്ല. അത് എണ്ണുവാനോ ക്ലിപ്തപ്പെടുത്തുവാനോ സാധ്യവുമല്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ രണ്ടിടത്ത് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. നമ്മുടെ നിഅമത്തുകളൊക്കെ നമുക്ക് വലിയ നിഅമത്തുകളാണ്. ഏതും ചെറുതല്ല, എല്ലാം വലുതാണ്. ആ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാനാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അനുഗ്രഹങ്ങൾ കിട്ടലല്ല, അത് നിലനിൽക്കലാണ് ഏറ്റവും പ്രധാനം. നിലനിൽക്കാത്ത അനുഗ്രഹങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓർക്കാൻ പോലും കഴിയുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ റബ്ബ് നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുവാൻ ഒരു 10 കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ നിലക്ക് ഞാൻ എന്നെയും നിങ്ങളെയും കേൾപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണത്. യാ അയ്യുഹല്ലദീന ആമനു ദുകുറൂ നിഅമത്തല്ലാഹി അലൈക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾ ഓർക്കുവീൻ, നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങളുടെ മേൽ ചൊരിഞ്ഞു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. അപ്പൊ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നമ്മളെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. ഒരുപാട് നിഅമത്തുകൾ എനിക്കുണ്ട് എന്ന ഓർമ്മ വേണം. രണ്ടാമത്, ആ നിഅമത്തുകളെ ആരുടെയും മുമ്പിൽ അഹങ്കരിക്കാൻ വേണ്ടിയല്ലാതെ എൻ്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്ന നിഅമത്താണ്, അവൻ്റെ ഫضലാണത് എന്ന നിലക്ക് നന്ദിയോടെ അത് പറയേണ്ടിടത്ത് പറയാൻ പിശുക്ക് കാണിക്കരുത്. പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന നോക്കൂ നിങ്ങൾ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണെങ്കിലും എല്ലാവർക്കും അത് ബാധകമല്ലേ? വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. യജമാനനായ നിന്റെ റബ്ബിന്റെ നിഅമത്തുകളെ കുറിച്ച് നീ സംസാരിക്കുക, നീ പറയുക എന്ന്. മഹാരഥന്മാരായ മുൻഗാമികളുടെയൊക്കെ ചരിത്രത്തിൽ ഉദാഹരണമായി ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയെ പോലെയുള്ള ആളുകളൊക്കെ പലപ്പോഴും അവരുടെ സംസാരങ്ങളിൽ എൻ്റെ റബ്ബ് എനിക്ക് എത്ര നിഅമത്താണ്, ഇന്ന നിഅമത്തൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇന്ന വിധത്തിലൊക്കെ എൻ്റെ റബ്ബ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് പറയാറുണ്ടായിരുന്നു, ആ നിഅമത്ത് ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ അവരുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, റബ്ബിലേക്ക് ചേർത്തായിരിക്കണം എപ്പോഴും നമ്മുടെ നിഅമത്തുകളെ നമ്മൾ പറയേണ്ടത്. ഇത് എൻ്റെ കഴിവാണ്, എൻ്റെ പ്രത്യേകതയാണ്, എൻ്റെ ബുദ്ധിശക്തി കൊണ്ടാണ്, എൻ്റേതായ പ്രത്യേകമായ മേന്മ കൊണ്ടാണ് എന്ന് പറഞ്ഞവരുടെ ഒക്കെ നിഅമത്തുകൾ നീങ്ങിപ്പോയിട്ടുണ്ട്. ഖാറൂൻ മുതലാളി വലിയ സമ്പന്നനായിരുന്നു, ധാരാളം സമ്പത്ത് അയാൾക്ക് അല്ലാഹു നൽകിയിരുന്നു. പക്ഷേ ആ സമ്പത്ത് കൊണ്ട് അയാൾ നന്ദി കാണിക്കാതെ അയാൾ അഹങ്കരിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ എനിക്ക് നൽകപ്പെട്ടത് എൻ്റെ അറിവ് കൊണ്ട് നേടിയതാണ് എന്നാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ വേറെയും ഒരു തോട്ടക്കാരൻ്റെ കഥ പറയുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ പ്രത്യേകത കൊണ്ട് കിട്ടിയതാണ് എന്നൊക്കെ അഹങ്കരിച്ചവരുണ്ട്. നിഅമത്ത് നീങ്ങിപ്പോകും അത് കാരണത്താൽ. മറിച്ച് ഏത് നിഅമത്തും എൻ്റെ റബ്ബ് തന്നതാണ് എന്ന് റബ്ബിലേക്ക് ചേർത്ത് പറയുന്നൊരു മനസ്സുണ്ടെങ്കിൽ നിഅമത്ത് നീങ്ങിപ്പോകാതെ അവിടെ നിലനിൽക്കും. നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അനുഗ്രഹങ്ങളില്ലാത്ത എത്ര പേര് ലോകത്തുണ്ട് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, അതോർത്തുകൊണ്ടിരിക്കണം. ദിനേന നമ്മുടെ ദിക്റിൽ അതുണ്ട്. ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. ഈ ലോകത്ത് എത്ര ആളുകളുണ്ട്, ഒന്ന് തലചായ്ക്കാൻ ഒരു ഇടമില്ലാതെ, കിടന്നുറങ്ങാൻ ഒരു അഭയകേന്ദ്രമില്ലാതെ, കഴിക്കാൻ ഒരു ഭക്ഷണമില്ലാതെ, അഭയം നൽകുവാൻ ഒരാളില്ലാതെ എത്ര ആളുകൾ ഈ ലോകത്ത് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. റബ്ബേ, എനിക്കതൊക്കെ ഉണ്ടല്ലോ എന്ന് ഇത് ഇല്ലാത്ത ആളുകളുടെ കാര്യം ഓർക്കൽ ഈ നിഅമത്തുകൾ നിലനിൽക്കുവാൻ അനിവാര്യമാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം, അനുഗ്രഹങ്ങൾ മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം? അത് നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവാണ് അത് നൽകിയത്. ആ നൽകിയ അള്ളാഹുവിന് പൊരുത്തമുള്ള മേഖലയിലേക്ക് മാത്രം ആ അനുഗ്രഹങ്ങളെ ചെലവഴിക്കുകയും വേണം. റബ്ബ് നൽകിയ ഏത് അനുഗ്രഹമുണ്ടോ ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ നന്ദി കാണിക്കേണ്ടത് അങ്ങനെയാണ്. ലഇൻ ശകർത്തും ലഅസീദന്നക്കും. നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. മറിച്ച് നന്ദി കേടാണെങ്കിലോ എൻ്റെ ശിക്ഷ അതികഠിനമാകുന്നു. അതുകൊണ്ട് അള്ളാഹു തരുന്ന ഏത് നിഅമത്തുകൾ, നമ്മുടെ ആരോഗ്യമാവാം, പണമാവാം, അതുപോലെ തന്നെ ഒഴിവ് സമയമാവാം, ഏത് നിഅമത്താവട്ടെ
അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം വിനിയോഗിക്കുക, റബ്ബിന് വെറുപ്പുള്ള കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കാതിരിക്കുക. ഇതും നമ്മുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതെ നിലനിന്നു പോകാൻ അനിവാര്യമായ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ആറാമത്തെ കാര്യം, അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയതിന് അവനെ നമ്മൾ ധാരാളമായി സ്തുതിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് സമയം നമ്മൾ അൽഹംദുലില്ലകൾ പറയുന്നുണ്ട്. നിസ്കാരശേഷം അൽഹംദുലില്ല 33 പറയുന്നുണ്ട്, ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ പറയുന്നുണ്ട്. അതല്ലാത്ത അവസരങ്ങളിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അല്ലദീ അത്അമനാ, അള്ളാഹു ഇത് ഞങ്ങൾക്ക് ഭക്ഷിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതി എന്ന് പറയുന്നുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ, ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നൽകിയവന് സർവസ്തുതിയും എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ പ്രത്യേകം അൽഹംദുലില്ലകൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അപ്പൊ റബ്ബിന് സ്തുതി പറയുക. ഓരോ അൽഹംദുലില്ലകൾ പറയുമ്പോഴും റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾ ഇങ്ങനെ ഓർമ്മയിൽ വരിക. അതും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ നഷ്ടപ്പെടാതെ നീങ്ങിപ്പോകാതെ നിലനിൽക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഏഴാമതായി സൂചിപ്പിക്കുവാനുള്ളത്, ഇതൊന്നും നൽകപ്പെടാത്തവരിലേക്ക് നോക്കി നിഅമത്തിന്റെ വില അറിയണം എന്നുള്ളതാണ്. എൻ്റെ നിഅമത്ത് എനിക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, ധാരാളം നിഅമത്തുകൾ ലഭിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എന്ന് എനിക്ക് തോന്നണമെങ്കിൽ, അഥവാ എനിക്ക് കിട്ടിയ നിഅമത്ത് ചെറുതാണ്, എന്ത് നിഅമത്താപ്പ എനിക്ക് മറ്റുള്ളവരൊക്കെ അപേക്ഷിച്ചുള്ളത് എന്ന ആവലാതിയും നിരാശാബോധവും പിടികൂടാതിരിക്കാൻ വിശ്വാസികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന കാര്യം. എന്ത്? ഇതൊക്കെ നൽകപ്പെടാത്ത എത്രയോ ആയിരങ്ങൾ ലോകത്തുണ്ട്, അവർക്കൊന്നും നൽകപ്പെടാത്തത് എനിക്ക് കിട്ടിയല്ലോ. അപ്പൊ എനിക്ക് നൽകപ്പെട്ട നിഅമത്തിന്റെ വലുപ്പം ഞാൻ അറിയും. ഇത് തീരെ കിട്ടാത്തവരെ കാണുമ്പോൾ എനിക്ക് കിട്ടിയതിൻ്റെ വലുപ്പം ഞാൻ അറിയും, അത്രത്തോളം എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന തിരിച്ചറിവ് കിട്ടും. എട്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നഷ്ടപ്പെടാതിരിക്കാൻ സദാ പ്രാർത്ഥിക്കണമെന്നാണ്. ഈ നിഅമത്തൊക്കെ പെട്ടെന്ന് നീങ്ങിപ്പോകും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ലഭിച്ചിട്ടുള്ള നിഅമത്തുകൾ നീങ്ങിപ്പോകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക وتحول عافيتك وفجاءة نقمتك وجميع سخطك. 4 കാര്യങ്ങൾ പറയുന്നതിൽ ആദ്യം പറയുന്നത് അതാണ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്, മിൻ സവാലി നിഅമതിക, നീ തന്ന നിഅമത്തുകൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, വതഹവ്വുലി ആഫിയതിക, നീ തന്നിട്ടുള്ള ആരോഗ്യം മാറിപ്പോകുന്നതിൽ നിന്ന്, ആരോഗ്യം നശിച്ചു പോകുന്നതിൽ നിന്ന്, അതുപോലെ തന്നെ പെട്ടെന്ന് വല്ല ശിക്ഷകൾ എന്നെ ബാധിക്കുന്നതില്ലെന്ന്, അതുപോലെ തന്നെ നിന്റെ ഏതെല്ലാം കോപത്തിന് വിധേയമാകുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊന്നും എന്നിൽ നിന്ന് വരാതെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അപ്പൊ ഈ തുടക്കം തന്നെ ചോദിച്ചത് എന്താണ്? നിഅമത്ത് നീങ്ങിപ്പോകാതിരിക്കാൻ ഞാൻ അല്ലാഹുവേ നിന്നോട് കാവൽ തേടുന്നു. അപ്പൊ ആ പ്രാർത്ഥന പ്രധാനമാണ്. 9ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാണ്. കാരണം പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നു, ഫൈനഹ തുസീലു നിഅമ, ഏതൊക്കെ തിന്മകൾ നമ്മൾ എത്രത്തോളം തിന്മ ചെയ്യുന്നുവോ നൽകപ്പെട്ട നിഅമത്തുകൾ അങ്ങനെ നീങ്ങിപ്പോകും, ബറക്കത്തുകൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതം തന്നെ നമുക്ക് കിട്ടിയ നിഅമത്താണ്, ജീവിതത്തിലെ ഇസ്ലാം ദീൻ നിഅമത്താണ്, എല്ലാം നിഅമത്താണ്. അതുകൊണ്ട് നമ്മൾ തിന്മകൾ ചെയ്യാതെ പരമാവധി സൂക്ഷ്മത പുലർത്തണം. എന്തിന്? നമുക്ക് കിട്ടിയ നിഅമത്തുകൾ നിലനിന്ന് കിട്ടാൻ. അല്ലെങ്കിൽ ആ നിഅമത്ത് പോയി പോകും, അല്ലെങ്കിൽ അതിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെടും. 10ാമത്തതും അവസാനത്തതുമായി പറയാനുള്ളത്, ഞാൻ എങ്ങനെയൊക്കെ തെറ്റായി ജീവിച്ചാലും, അങ്ങനെയാണല്ലോ പലരും പറയാറുള്ളത്, ഞാൻ എങ്ങനെയൊക്കെ തെറ്റായി ജീവിച്ചാലും എന്ത് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്താലും എനിക്ക് വെച്ചടി മുന്നോട്ട് പുരോഗതിയല്ലാതെ ജീവിതത്തിൽ ബറക്കത്തിനൊന്നും ഒരു കുറവുമില്ല. നിങ്ങൾ നിസ്കരിച്ചിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടും എന്താ കാര്യം, ഞാൻ എത്ര ഉഷാറാണ്, എനിക്ക് എങ്ങനെ ജീവിച്ചാലും അള്ളാഹ് എനിക്കിങ്ങനെ തരുന്നേണ് എന്ന അഹങ്കാരം പറയിൽ നിർത്തണം. അങ്ങനെ തോന്നിയാൽ തന്നെ അള്ളാഹു തൗബ ചെയ്യണം. കാരണം എന്താ അറിയോ, അതിൻ്റെ പേര് ഇസ്തിദ്റാജ് എന്നാണ്. എന്താ ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ? ഒരാൾ തെമ്മാടിത്തം പ്രവർത്തിക്കുകയാണ്, എന്നിട്ടും അയാൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ദുന്യാവിൽ ഇങ്ങനെ കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതെന്തിനാ? അത് അയാൾക്ക് പരീക്ഷിക്കുകയാണ്.
ഒന്ന് അയച്ചിടാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ത്? തെമ്മാടിത്തം ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും അവരുടെ വലിയ 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 യാത്രകളും അവർക്കുള്ള സൗകര്യങ്ങളും ഒന്നും കണ്ടിട്ട് നീ വഞ്ചിതനാവണ്ട. കാരണം നുംലീലഹും എന്നാണ്, അവർക്ക് നാം അങ്ങനെ കയറഴിച്ച് വിട്ടു കൊടുത്തിരിക്കുകയാണ്. അവരുടെ പാപങ്ങൾ അവരങ്ങനെ ചെയ്യട്ടെ, എത്രത്തോളം പോകുമെന്ന് നോക്കാൻ. പിന്നെ ഒരു പിടുത്തമാണ്, ഒരൊറ്റ ശക്തമായൊരു പിടുത്തുണ്ട്. ആ പിടുത്തത്തിലേക്ക് എത്തുവരെ അവൻ ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കും. പക്ഷേ അങ്ങനത്തെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ വളരെ അപകടകരമായൊരവസ്ഥയായിരിക്കും. അത് പെട്ടെന്നായിരിക്കും, പിന്നെ ഒന്നിനും സമയമുണ്ടാവില്ല. തൗബക്ക് പോലും അവൻ്റെ അവസരം നഷ്ടപ്പെടും. അതുകൊണ്ട് നിഅമത്തുകൾ നഷ്ടപ്പെടാതിരിക്കാൻ, എന്ത് നിഅമത്തിന് ഞാൻ ശുക്ർ ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ സുഖത്തിനൊന്നും കുറവില്ല എന്ന അഹങ്കാരം നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിലെങ്കിലും വന്നു പോയാൽ ഉടനെ പശ്ചാത്തപിക്കൽ ഈ നിഅമത്ത് നിലനിൽക്കുവാൻ അനിവാര്യമാണ്. ഈ പറഞ്ഞ 10 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക. നമുക്ക് ലഭിച്ചിട്ടുള്ള നിഅമത്തുകൾ അത് നിലനിൽക്കും. അതല്ലെങ്കിൽ അത് വന്നതുപോലെ പോവുകയായിരിക്കും ഫലം. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു തന്ന നിഅമത്തുകളോട് നന്ദി കാണിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.